അമ്മേ ചോറെടുത്ത് നോക്കണേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ, നല്ല വിശപ്പുണ്ട്. ശരത്തേ, എടാ ശരത്തേ, എന്നാമേ ഇതാ ചോറെടുത്ത് വെച്ചിട്ടാ, പോയി കൈ കഴിയിട്ടുവാ. അതിനേട്ടം വന്നാ ഓൻ വന്ന് നേരത്തെ കുളിക്കാൻ കയറി. നിനക്ക് പിന്നെ ഒരു ഫോൺ കിട്ടിയാ ഈ വീട്ടിലൊരാൾ മരിച്ചാൽ വരെ നീ അറിയില്ലല്ലോ. എൻ്റെ അമ്മ അത് ഗൾഫിൽ സൂചിയും വിളിച്ചതാ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഇവനെന്താ ഈ ചോറും വെച്ച് ചുറ്റും നോക്കുന്നത്? ഈ വീടിന്റെ പണി വേഗം തീർക്കണമേ, എന്നിട്ട് വേണം ഇവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കാൻ. അതിന് നീയല്ലേ ചേട്ടൻ, നീയല്ലേ ആദ്യം പെണ്ണ് കെട്ടേണ്ടത്. അതിന് എന്നെപ്പോലുള്ള ഓട്ടോക്കാർക്ക് എവിടുന്ന് പെണ്ണ് കിട്ടാനാ? ഇവനാകുമ്പോൾ കാണാൻ നല്ല ഗ്ലാമറുണ്ട്, സഹായിക്കാൻ ആളില്ലാന്നില്ല അമ്മേന്റെ പരാതി തീരുകയും ചെയ്യും. ആരായാലും ഒരാൾ പെണ്ണ് കെട്ടി കണ്ടാ മതി. ഇതാ ബീച്ചിൽ കണ്ട പെണ്ണായിരിക്കും അല്ലേ? നീ വേഗം ഫോണെടുക്ക്, സംസാരിക്കും. എന്താ ഈ സമയത്ത്? നീ കാര്യം പറ. അതെ, എനിക്ക് വേണ്ടി വീട്ടിൽ നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. ഗൾഫാണ്, നല്ല ബന്ധം എന്നാ എല്ലാരും പറയുന്നേ. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? വീട്ടുകാരെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഏട്ടൻ എന്നെ മറക്കണം. ഇന്നെന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? ഒന്നുമില്ല, എനിക്കൊന്ന് തറവാട്ടിൽ പോയി അച്ഛനൊക്കെ ഒന്ന് കാണണം. പിന്നെ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാട്ടാ. പിന്നെ രാജേട്ടാ, പോകുമ്പോ മോളെ കൂടി കൂട്ടിയരേ, അവളുണ്ടെങ്കിൽ പണിയൊന്നും നടക്കില്ലെന്നേ. എന്നാ നീ മോളെ ഒരുക്ക്. മോളെ നോക്കി ഇറങ്ങണേ, മെല്ലെ മെല്ലെ. യമുന, 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 മോളെ അമ്മയുടെ ഇവളിത് എവിടെയാ പോയത്? യമുന, 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 ഈ വാതിലും തുറന്നു വെച്ച് ഇവളിത് എവിടെ പോയി കൂടിയത്? മോളെ അച്ഛനോടുത്തു. എടാ മോനെ,
അച്ഛാ എന്ത് കോലാടാ ഇത്? ഏടാ മോനെ പുറത്തെ കുഞ്ഞി? അത് ശ്രീനേട്ടൻ്റെ മോനാ അച്ഛാ. നീ അവളെ വിളിച്ചിനാ? ഞാൻ എന്തിനാ അച്ഛാ വിളിക്കുന്നത്? അല്ലടാ അത് എനിക്ക് വിഷമമൊന്നുമില്ല അച്ഛാ. ഞാൻ എന്തിനു വിഷമിക്കണം? മോളെ കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തേ. മോളുവാ. ഏട്ടാ, എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു ഏട്ടത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ ഞാൻ എങ്ങനെ ഏട്ടനോട് പറയാന്ന് കരുതി മിണ്ടാതിരുന്നതാ. എന്നാലും ഏട്ടത്തി ഇങ്ങനെ ചെയ്യുന്നു കരുതിയില്ല. ഇനി അതൊക്കെ പറഞ്ഞെന്താ കാര്യം? സംഭവിക്കോളെ സംഭവിച്ചില്ലേ? ഞാൻ എന്തേലും കഴിക്കാൻ ഉണ്ടാക്കട്ടെ. മക്കള് വലുതാകുമ്പോ മാതാപിതാക്കൾ വിചാരിക്കും അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാണ്. പക്ഷെ നിങ്ങൾ കല്യാണം കഴിച്ചാലോ വേറെ വീടെടുത്ത് താമസം മാറ്റി അവിടെ ചിലപ്പോ കാത്തിരിക്കുന്നത് ഇതുപോലെയുള്ള അപകടങ്ങളായിരിക്കും മോനെ. ശ്രദ്ധിക്കാനൊന്നും ആരുമില്ലല്ല. എന്റെ മോൻ തളർന്നു പോകരുത്. ജീവിച്ച് കാണിച്ചു കൊടുക്കണം നീ ഈ കാലത്തിന്റെ മുമ്പിൽ. ഏയ് നീരജ്, ഓക്കെടാ. ഹായ് സന്ദീപ്. എന്തുണ്ടാ? പിന്നെ കൊറേയല്ലേ കണ്ടിട്ട്. നമ്മളിങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെ തന്നെ ഉണ്ട്. വേറെന്തൊക്കെയുണ്ട്? ഇതാരാ? ഏച്ചിയാ? അല്ലടാ, എൻ്റെ ഭാര്യ. കണ്ടപ്പോഴങ്ങ് തോന്നി. നീ വിട്ടാടാ. എന്നാ പിന്നെ നിങ്ങൾ എൻജോയ്. ഞാൻ പോവാം. ഓക്കെ. ഏയ് നീരജ്, പിന്നെ ഈ നാട് നന്നാക്കാൻ വേണ്ടി കുറച്ച് സദാചാരക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഈ ബീച്ചിലും പാർക്കിലൊക്കെ ആയിട്ട്. ഒന്ന് സൂക്ഷിച്ചേക്ക്. പിന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ആയിട്ട് നമ്മൾ തന്നെ കണ്ടുവരും. അതാ അവിടെ ഒരാള്, അവരോട് പറ. ചേട്ടോ ഒരു ഫോട്ടോ. രണ്ടുപേരൊന്ന് ചേർന്ന് നിൽക്ക്, കാണട്ടെ. നിന്നോട് ഒരുപാട് നന്ദിയുണ്ടവനെ, എന്നെ വാശിയോടെ ജീവിക്കാൻ പഠിപ്പിച്ചത്. താലി കെട്ടിയ ഭർത്താവിനെയും ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇത്തിരി പോന്ന ചെക്കൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോന്നില്ലേ? പോയി ചത്തൂടെ നിനക്ക്? പിന്നെ ഇവൻ നേരിൽ പോലെ കൂടെ ഉണ്ടായിട്ട് ഞാൻ അറിയാതെ പോയത് ഞാനൊരു മണ്ടനായോണ്ടല്ല. ആമ്പിള്ളർ അങ്ങനെയാടി. സ്നേഹിക്കുന്ന പെണ്ണിന് ചങ്ക് പറിച്ചു കൊടുക്കും, കണ്ണടച്ച് വിശ്വസിക്കും. പക്ഷെ നിനക്കൊന്നും മനസ്സിലാക്കാനുള്ള ഇതാ അവൻ്റെ ഒരു ഫോണ്. ഇതാരാ? ഏച്ചിയാ? ഇതാരാ? ഏച്ചിയാ? കണ്ടപ്പോഴങ്ങ് തോന്നി. നീ വിട്ടാടാ. ഇതാരാ? ഏച്ചിയാ?
കണ്ടപ്പോഴങ്ങ് തോന്നി. നീ വിട്ടാളാ വിട്ടാളാ. നീരജ് എവിടെ പോയി. പോയിന്നാ? വാടക കുറെ കിട്ടാനുണ്ടല്ല. എന്തൊരു കഷ്ടാന്നിത്. ഇങ്ങനെയായാൽ ശരിയാകുമോ? ഓനിനി വരുമോ? മോളെ, ഇന്നത്തെ കാലത്ത് ഉപദേശിക്കുന്നൊന്നും ആർക്കും ഇഷ്ടമല്ല. എൻ്റെ അനിയത്തിൻ്റെ പ്രായമേ നിനക്കുള്ളൂ. കഴുത്തിലെ താലിയും നെറ്റിയിൽ ആ സിന്ദൂരവും തരുന്ന സംരക്ഷണം അതിനുള്ളവരിൽ മറ്റൊന്നും. പൊട്ടിച്ചെറിയാൻ എളുപ്പാ, കൂട്ടിച്ചേർക്കാനാണ് പ്രയാസം. പോടാ. ജനറേഷൻ പലതും മാറി വരും, പക്ഷെ ജീവിതം നമുക്കൊന്നേ ഉണ്ടാവും. വാട്സപ്പ്, ഫേസ്ബുക്ക്, ചാറ്റിംഗ് ഒന്നും വേണ്ടെന്നല്ല. പക്ഷെ നീയൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ ചീറ്റ് ചെയ്യുന്നത് മറ്റൊരുത്തിൻ്റെ കുടുംബാന്ന് ഓർത്താൽ മതി. ചെറിയ പ്രായ തിരുത്താൻ സമയമുണ്ട്. അല്ലെങ്കിൽ കാലം മാറി വരുമ്പോൾ ജീവിതത്തിൽ നീയൊക്കെ തനിച്ചായിരിക്കും. അന്ന് ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് വീണുപോയാൽ കൈ പിടിച്ച് ഉയർത്താൻ ആരും ഇല്ലാതായെന്ന് വരും. ആരൊക്കെ സംരക്ഷിക്കാനുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവിൻ്റെ തണലോളം വരില്ല ഒരു ഭാര്യയ്ക്ക് മറ്റൊരുത്തൻ്റെ കൂടെ പോയാൽ. ഇത് ഒരു തിരിച്ചറിവിൻ്റെ കാലമായി തീരട്ടെ.